കൂട്ടുകാരെ, ഇതേ പെട്ടെന്ന് നമുക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റുന്നൊരു ഇതിനെ എഗ്ഗ് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എഗ്ഗ് റൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ ബിരിയാണി റൈസ് തന്നെയാണ് ഇവിടെ കിട്ടുന്ന നല്ല സൂപ്പർ ഹൈദരാബാദി അരിയാണ്. അത് ആദ്യം ഇച്ചിരി വെള്ളമൊക്കെ വെച്ച് ഒന്ന് തിളപ്പിച്ച് അതിനകത്തിരി കറുവപ്പട്ടയും ഏലക്കായും പിന്നെ ഒക്കെ ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുത്ത്, പിന്നെ വേണമെങ്കിൽ ഞാൻ ഇട്ടേക്കുന്ന ഇതിൽ ചെറുതായിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അത് തയ്യാറാകുന്നത് പിന്നെ മുട്ടക്കറിക്ക് അതെ മുട്ടക്കറിക്ക് പോലെയുള്ള സവാള, ഇഞ്ചി, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചിട്ട് എല്ലാം കൂടെ റെഡിയാക്കിയതാണ്. പിന്നെ ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 4 നാടൻ മുട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ലാസ്റ്റ് ഒരു പ്രിപ്പറേഷൻ പറയാം. ഇതിപ്പോൾ നല്ല അരി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ കുറച്ച് നാരങ്ങയും ഒക്കെ പിഴിഞ്ഞൊഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ അതിനകത്ത് ഒഴിച്ചു. വെളിച്ചെണ്ണയോ വെണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒഴിക്കാം. അരി ഒട്ടിപ്പിടിക്കത്തില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ബിരിയാണിയുടെ ഓണത്തിനിടെ പുട്ടുകച്ചവടം പോലെ ഇതെന്തോന്ന് ചോദിക്കും. ഇത് ഞങ്ങളുടെ പെറ്റുണ്ട്, ഞങ്ങളുടെ ഡോറമോള്, ഞങ്ങളുടെ ലാബ്രഡോറാണ്, പിന്നെ ഫീമെയിൽ. അവൾക്ക് വേണ്ടിയിട്ടുള്ള ആഹാരമായി കേട്ടോ. പിന്നെ ഈ വെള്ളം കുറച്ച് കൂട്ടിയത്, അവൾ വെള്ളം അല്ലാതെ കുടിക്കത്തില്ല. അതുകൊണ്ട് പിന്നെ ചോറും പെഡിഗ്രിയും കൂടെ മിക്സ് ചെയ്ത ഒരു ഇതാണ്. ഓക്കെ, അതാണ്ട് പുള്ളിക്കാരി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, നോക്കി ഇങ്ങനെ കിടക്കും എന്നോട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചോറ് അടിപൊളിയായിട്ട് നല്ല രസകരമായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ മറ്റൊന്നുമില്ല. കണ്ടിത് കേട്ടോ, ആ മുട്ടയുടെ മിശ്രിതം ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യുക. ഇതിനെ നിങ്ങൾക്ക് മുട്ട ബിരിയാണി എന്നോ അല്ലെങ്കിൽ എഗ്ഗ് റൈസ് എന്നോ ഒക്കെ വിളിക്കാം. പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതൊക്കെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം. ഇത് ഞാൻ പാചകം പഠിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല. ഞാനും ഇതുപോലൊക്കെ കണ്ടും കേട്ടും അവിടുന്ന് ഇവിടുന്നൊക്കെ കട്ടെടുത്തും മോട്ടിച്ചുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇത് നിങ്ങൾക്ക് അല്പമെങ്കിലും സന്തോഷം പകരുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ചാരിതാർത്ഥ്യം കൊള്ളുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. നന്ദി, നമസ്കാരം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, വേണ്ടേ ചോറൊക്കെ നല്ല എന്തൊരു മണമെന്നറിയോ. ഇത് പിന്നെ താജ്മഹലിൻ്റെ ആണ്, ഹൈദരാബാദിലെ ബിരിയാണി റൈസാണ്. ഏതാണ്ടൊരു 120 മുതൽ സ്റ്റാർട്ടിങ് ആണ്. ഇത് ഞാനത് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു 100-110 രൂപയുടെ റേഞ്ചിലുള്ളതാണ് മേടിക്കുന്നത്. ഒരുപാട് ഹെവി മേടിക്കാറില്ല. പക്ഷേ ഹെവി ആകുമ്പോഴും അതിൻ്റെ മണത്തിനുള്ള വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ലാസ്റ്റ് ഫൈനൽ ഇതെന്ന് പറയുന്നത് കുറച്ച് മല്ലിയില, നമ്മളത് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട്, അതും ഓപ്ഷണലാണ്. അപ്പോൾ